ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ലളിതമായൊരു ടോപ്പിക്കാണ്, പക്ഷേ നമ്മളെല്ലാവരും മാൻഡേറ്ററിലി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണൊരു പാൻ കാർഡ്, നമ്മളെല്ലാവരും ഒരു പാൻ കാർഡ് നിർബന്ധമായിട്ടും കൈവശപ്പെടുത്തിയിരിക്കണമോ, പാൻ കാർഡ് ഉള്ളത് കൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണോ, അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പാൻ കാർഡ് എന്നുള്ളതാണ്. പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് യുണീക്കായിട്ട് നൽകുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ആധാർ പോലെ നമ്മൾക്ക് തരുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് പാൻ കാർഡ്. ഒരു 10 ഡിജിറ്റ് നമ്പറാണ്. അതിൻ്റെ അകത്ത് ഡിജിറ്റുകൾ ആൽഫബറ്റ്സും ഉണ്ടാകും, നമ്പേഴ്സും ഉണ്ടാകും. ഈ തരുന്ന പാൻ കാർഡിനെ അല്ലെങ്കിൽ ഈ തരുന്ന ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുഗതിയിൽ യൂസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നമ്മൾ ഏർപ്പെടുന്ന സാമ്പത്തികപരമായ കാര്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ നമ്മൾ പാൻ കാർഡ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മ്യൂച്വൽ ഫണ്ടോ സെക്യൂരിറ്റീസോ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ പാൻ കാർഡ് കൊടുക്കണം. നമ്മൾ നമ്മുടെ ലാൻഡ്, വസ്തുക്കൾ, ഫ്ലാറ്റ്, വീട്, ഭൂമി, അങ്ങനെയുള്ള നിലങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻ കാർഡ് ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഒരു പാൻ കാർഡ് നമ്മൾ എല്ലാവരും എടുക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരിക. നമ്മളെല്ലാവരും നിർബന്ധമായിട്ടൊരു പാൻ കാർഡ് എടുക്കണമോ? സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ പാൻ കാർഡ് എടുക്കൽ നിർബന്ധമായ വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ 2 തരത്തിലുള്ള ടാക്സേഷൻ സ്ലാബുകളുണ്ട്. ചില സമയങ്ങളിൽ 2.5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് വരും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് വരുള്ളൂ. അങ്ങനെ പല പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പാൻ കാർഡ് എടുക്കേണ്ടി വരും. 3 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ വരുമാനം ഉണ്ടെങ്കിൽ പാൻ കാർഡ് എടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ വരുമാനം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു കൊല്ലത്തിൽ 1 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രകാരം ഈ 1 ലക്ഷം രൂപയും നമ്മുടെ വരുമാനമല്ല. ഒരു 30% കിഴിവ് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ച് തരുന്നുണ്ട്. ആ അനുവദിച്ച് തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മെയിൻ്റനൻസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ 30% അനുവദിച്ചു തരുന്നത്. ആ 30% കഴിഞ്ഞിട്ടുള്ള ബാക്കി 70,000 രൂപയാണ് നമ്മുടെ വരുമാനമായിട്ട് കണക്കാക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അങ്ങനെ നമ്മുടെ വസ്തു വിൽപ്പനയായാലും നമ്മളുടെ കച്ചവടമായാലും ഇൻട്രസ്റ്റ് ആയാലും അങ്ങനെ എല്ലാത്തിലും ഓരോ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഗവൺമെൻറ് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ പാൻ കാർഡ് എടുക്കൽ നിർബന്ധമാകുന്നത്. ഇനി അങ്ങനെയുമല്ല, നമ്മൾ ഒരു പ്രൊഫഷണലാണ്, നമ്മളൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ടോട്ടൽ വിറ്റുവരവ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇന്നൊരു വസ്തു 50 രൂപയ്ക്ക് വിറ്റാൽ 50 രൂപ എൻ്റെ വിറ്റുവരവാണ്. 50 രൂപയിൽ നിന്ന് പിന്നെ എൻ്റെ കോസ്റ്റ് ഒന്നും കുറയ്ക്കില്ല, 50 രൂപ എൻ്റെ വിറ്റുവരവാണ്. അങ്ങനെ എൻ്റെ ഒരു കൊല്ലത്തെ വിറ്റുവരവ് ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണലോ ആണെങ്കിൽ, ആർക്കിടെക്റ്റ് പോലെയൊക്കെയുള്ള പ്രൊഫഷണലാണെങ്കിൽ, അങ്ങനെയുള്ള പ്രൊഫഷണലോ ബിസിനസ്സുകാരനോ ആണെങ്കിൽ അവരുടെ വരുമാനം, അതായത് വിറ്റുവരവ് 5 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ആ സമയത്തും പാൻ കാർഡ് എടുക്കൽ നിർബന്ധമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി ലേറ്റർ ഓൺ സ്റ്റേജിൽ പറയുന്നുണ്ട് കുറച്ച് ട്രാൻസാക്ഷൻസ്. ആ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അപ്പോഴും നിങ്ങൾ പാൻ കാർഡ് എടുക്കൽ നിർബന്ധമാണ്. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പാൻ കാർഡ് എടുക്കൽ. വോളണ്ടറി ആയിട്ട് നമുക്ക് പാൻ കാർഡ് എടുക്കാം. മൈനറിന് പാൻ കാർഡ് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. മൈനറിൻ്റെ പേരിലും പാൻ കാർഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ പാൻ കാർഡ് എടുക്കേണ്ടത് 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ, 5 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് പാൻ കാർഡ് നിർബന്ധമായിട്ടും നമ്മൾ എടുക്കേണ്ടത്. ഇനി വരുന്നൊരു ചോദ്യമാണ്, ഒരിക്കൽ പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണോ എന്നുള്ളത്. നമ്മൾക്ക് ലഭിച്ച പാൻ കാർഡ്, ഒരിക്കൽ അപ്ലൈ ചെയ്ത് കിട്ടിയ പാൻ കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആധാർ കാർഡ് കൊടുത്തല്ല നമ്മുടെ പാൻ കാർഡ് എടുത്തതെങ്കിൽ, അതായത് ആധാർ കാർഡൊക്കെ വരുന്നതിന് മുമ്പാണ് പാൻ കാർഡ് എടുത്തത്, അല്ലെങ്കിൽ ആധാർ കാർഡ് വന്നതിന് ശേഷവും ആധാർ കാർഡ് കൊടുക്കാതെയാണ് നമ്മുടെ പാൻ കാർഡ് എടുത്തതെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരുന്നു 30 ജൂൺ 2023 നിങ്ങൾ നിങ്ങളുടെ പാനിലേക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ലിങ്ക് ചെയ്യാത്ത പക്ഷം 30 ജൂൺ 2023 കൂടി ലിങ്ക് ചെയ്യാത്ത എല്ലാ പാൻ കാർഡും ഇനോപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അസാധുവായി, അത് ഉള്ളതായിട്ട് കണക്കാക്കുകയില്ല. അങ്ങനെ വരുന്ന കഴിയുമ്പോഴേക്കും
എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാത്തതിന് തുല്യമാകും. ഇനി ഒരു പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് ഇനോപ്പറേറ്റീവ് ആയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലാൻഡ് സെയിൽ, നമ്മളൊരു ലാൻഡ് വിൽക്കുമ്പോൾ അത് 50 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ 1% TDS ഗവൺമെൻറ്റിലേക്ക് അടച്ചതിന് ശേഷം 49,50,000 രൂപയായിരിക്കും നമ്മളുടെ സെല്ലർ നമുക്ക് തരിക. 50,000 രൂപ നമ്മുടെ പാൻ കാർഡിലേക്ക് അടച്ചിട്ടുണ്ടാവും. ഇതേ സമയം നമ്മുടെ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആണ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ 20% 10 ലക്ഷം രൂപ മൈനസ് ചെയ്തിട്ട് 40 ലക്ഷം രൂപ മാത്രമാണ് നമ്മളുടെ എന്ത് ചെയ്യുള്ളൂ, സെല്ലർ നമുക്ക് പൈസ തരികയുള്ളൂ. ഇവിടെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ ഡിഡക്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് റീഫണ്ടും കിട്ടുകയില്ല. അതേസമയം ലിങ്ക് ചെയ്തിരുന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 50,000 ഡിഡക്ട് ചെയ്തിരുന്നെങ്കിൽ അത് ലേറ്റർ ഓൺ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഫണ്ട് മേടിക്കാനോ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം, നമ്മൾ 30 ജൂൺ 2023 അകത്ത് ആധാർ കാർഡ് ആധാർ കാർഡായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്തില്ല. അങ്ങനെയെങ്കിൽ അതെനിക്ക് വീണ്ടും ഓപ്പറേറ്റീവ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഉണ്ട്. 30 ജൂൺ വരെ നമുക്ക് പൈസയൊന്നുമില്ലാതെ ഡയറക്റ്റ് ചെന്ന് ലിങ്ക് ചെയ്യാമായിരുന്നു. പക്ഷേ 30 ജൂണിന് ശേഷം ഇനോപ്പറേറ്റീവ് ആയതിനു ശേഷം ഓപ്പറേറ്റീവ് ആക്കാനായിട്ട് 1000 രൂപ നമ്മൾ അടച്ചുകൊണ്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാൻ കാർഡ് ഓപ്പറേറ്റീവ് ആകുന്നതാണ്. ഇനി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നേരത്തെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യില്ലായിരുന്നു നമ്മുടെ പാൻ കാർഡ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പാൻ കാർഡ് എടുക്കുമ്പോൾ ആധാർ കാർഡ് കൊടുക്കൽ നിർബന്ധവുമില്ലായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്കൊരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാൻ കാർഡ്, രണ്ടാമത്തെ ഒരു പാൻ കാർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് 2 പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 പാൻ കാർഡ് വെക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. അത് ശിക്ഷാർഹമാണ്. നിങ്ങൾക്ക് 10,000 രൂപ വരെ പെനാൽറ്റി ലഭിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, രണ്ടാമതൊരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം. ഇപ്പോൾ നമുക്കത് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ കൊടുത്താൽ മാത്രമാണ്, ആധാറും OTP ഒക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് പാൻ കാർഡ് കിട്ടുകയുള്ളൂ. ഒരു ആധാറിന് അഗേൻസ്റ്റ് ഒരു പാനേ കിട്ടുള്ളൂ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ രണ്ടാമതൊരു പാൻ സാധ്യമല്ല. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാൻ കാർഡ് ഉണ്ട് എങ്കിൽ, 2 പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നൊരു ചോദ്യമാണ്, പാൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ എന്നുള്ളത്. ഞാൻ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി പാൻ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ എല്ലാ കൊല്ലവും റിട്ടേൺ ഫയൽ ചെയ്യണമോ എന്നുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഫയൽ ചെയ്യൽ നിർബന്ധമായ 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിലാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കണക്കാക്കുന്നതെന്ന്. അങ്ങനെ 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിൽ, ഇവിടെ വരുമാനങ്ങളൊന്നുമില്ല, ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ അസറ്റോ ബാങ്ക് അക്കൗണ്ടോ ഒക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു NRI ആണ്, ഞാനവിടെ റിട്ടയർ ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അക്കൗണ്ട് അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന രാജ്യത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ 3 ലക്ഷം രൂപ വരുമാനമില്ല എങ്കിൽ കൂടി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട നിർബന്ധമാണ്. നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ 1 കോടി രൂപയിലോ അതിൽ കൂടുതലോ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഫയൽ ചെയ്യണം. ചിലർ പറയാറുണ്ട് അത് വേറെ ആരെങ്കിലും പൈസയാണ്, വേറെ ആൾ അല്ലെങ്കിൽ ചില ബ്രോക്കർ ആളുകൾ പറയാറുണ്ട് അത് ലാൻഡ് സെയിലിന് വേണ്ടി വന്നു, 1 കോടി വന്നു, അതേ 1 കോടി ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തന്ന ആളുടെ പർച്ചേസിന് വേണ്ടി കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങളുടെ വരുമാനമല്ല എങ്കിൽ കൂടി 1 കോടിയോ അതിൽ കൂടുതലോ നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യുന്ന നിർബന്ധമാണ്. അതേപോലെ തന്നെ 50 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വന്നാലും, അത് ചെക്ക് ആകാം, ക്ലിയറിംഗ് ആകാം, എങ്ങനെയായാലും ഡെപ്പോസിറ്റ് വന്നാലും നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമില്ല, പക്ഷേ നമ്മൾ 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഒരു ഫോറിൻ ട്രാവലിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ, നമ്മുടെ പേരിൽ ചിലവാക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇതിനൊരു ഈസി ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ, മക്കൾ വിദേശത്തുള്ള ആളുകൾ അവരുടെ ട്രാവലിന് വേണ്ടി ഇപ്പോൾ ഒരു അമേരിക്കയിലേക്ക് പോയി വരാനുള്ള റിട്ടേൺ ടിക്കറ്റോടുകൂടി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലൊക്കെ ആകും. അങ്ങനെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹജ്ജ്, ഉംറ പോലെയുള്ള പിൽഗ്രിമേജിന് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ടൊരു ട്രാവൽ ഏജൻറ്റിന് കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ട്രാവൽസിന് കൊടുക്കുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയിൽ കൂടുതലാകും. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വർഷവും നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം.
അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ നിങ്ങളുടെ വീടിൻ്റെയോ ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് ഒരു കൊല്ലത്തിൽ 1,00,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമായിട്ട് വരും. പിന്നെ TDS ഓർ TCS 25,000 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ 10,00,000 രൂപയിൽ കൂടുതൽ വണ്ടി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ലോൺ ഇട്ടിട്ടായിരിക്കും വാങ്ങുന്നത്. ഞാൻ യൂബർ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വാങ്ങുന്നത്. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ അങ്ങനെ പറയുന്നത്. എനിക്കൊരു യൂബർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10,00,000 രൂപയിൽ കൂടുതൽ പ്രൈസുള്ള ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് 1% എമൗണ്ട് എക്സ്ട്രാ വണ്ടിയുടെ മുകളിൽ എക്സ്ട്രാ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യും, TCS എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയുടെ ഏജൻറ്റ്, അതായത് അല്ലെങ്കിൽ വണ്ടിയുടെ സെല്ലർ അടക്കും. അങ്ങനെ അടക്കുന്ന എമൗണ്ട് എനിക്ക് റീഫണ്ട് കിട്ടും. പക്ഷേ റീഫണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്താൽ കിട്ടും, റിട്ടേൺ ഫയൽ ചെയ്തതിന് കിട്ടില്ല. പക്ഷേ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച TCS ഓ TDS ഓ എമൗണ്ട് 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ. അപ്പോൾ സീനിയർ സിറ്റിസൺ 50,000 രൂപയും അല്ലാത്തവർക്ക് 25,000 രൂപയും ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഓൾ ടുഗെദർ 2-3 സോഴ്സുകളിൽ നിന്നായിട്ട് TDS ഓ TCS ഓ പിടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ എൻ്റെ ബിസിനസ് ടേൺ ഓവർ, എനിക്ക് ലാഭമില്ല, നഷ്ടമാണ്, അതായത് ഞാൻ എൻ്റെ വിറ്റുവരവ് കഴിഞ്ഞ് എൻ്റെ ചിലവും കഴിയുമ്പോൾ എനിക്ക് നഷ്ടമാണെങ്കിൽ കൂടി എനിക്ക് 60,00,000 രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5,00,000 രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ ഞാൻ പാൻ കാർഡ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. പക്ഷേ 60,00,000 രൂപയിൽ കൂടുതൽ വിറ്റുവരവുണ്ട് എങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ 50,00,000 രൂപയോ വിറ്റുവരവുള്ളൂ, എനിക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണക്കുകളെല്ലാം ക്ലിയർ ആണെന്നതിന് എനിക്ക് ഫയൽ ചെയ്യൽ നിർബന്ധമില്ല. പക്ഷേ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നഷ്ടം എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ അത് 10,00,000 രൂപയാണ്. ബിസിനസ് ഇൻകം ആണെങ്കിൽ 60,00,000 രൂപയും പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ 10,00,000 രൂപയുമാണ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പരിധി. അപ്പോൾ ഈ കാറ്റഗറീസിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അടുത്തൊരു ചോദ്യം, എനിക്ക് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊല്ലം നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഫയലിൽ നിർബന്ധമായ കാറ്റഗറിയിൽ വരികയും ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത കൊല്ലവും, അതായത് അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലവും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് 2,00,000 രൂപയിൽ കൂടുതൽ പൈസ നൽകിക്കൊണ്ട് ഒരു ഫോറിൻ ട്രാവൽ നടത്തി. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഈ കൊല്ലവും റിട്ടേൺ ഫയൽ ചെയ്യണം. എനിക്ക് ഈ കൊല്ലം അങ്ങനത്തെ ഉള്ള എക്സ്പെൻസുകളില്ല, എൻ്റെ ടോട്ടൽ ഇൻകം 3,00,000 രൂപയിൽ താഴെയാണ്, അങ്ങനെയെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് മറുപടി. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാറ്റഗറിയിൽ എല്ലാ കൊല്ലവും പെടുന്നുണ്ടെങ്കിൽ, ഈച്ച് കൊല്ലം നമ്മൾ നോക്കും, ഏതെങ്കിലുമൊക്കെ കൊല്ലം പെടുന്നുണ്ടെങ്കിൽ മാത്രം, പെടുന്ന കൊല്ലങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒരു ശീലമാക്കുന്നതും നമുക്കൊരു ട്രാക്ക് ഉണ്ടാകുന്നതും എപ്പോഴും നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണം, ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ 3 കൊല്ലങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിർബന്ധമില്ല എങ്കിൽ കൂടി ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 7,00,000 രൂപ വരെ വരുമാനം കാണിച്ച് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് നൽകേണ്ടതില്ല. അപ്പോൾ 7,00,000 രൂപ വരെ വരുമാനമുള്ളൂ, എനിക്ക് ടാക്സ് നൽകേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് റിട്ടേൺ ഫയൽ ചെയ്ത് നമ്മൾ ട്രാക്ക് കീപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ അമേരിക്കൻ വിസ, ഷെങ്കൻ വിസ പോലെയുള്ള വിസകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക്, അല്ലെങ്കിൽ കാനഡ, ഇപ്പോൾ പിള്ളേരെ കാണാൻ പോകാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ കാനഡ. അപ്പോൾ കാനഡയ്ക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് ചോദിക്കും കഴിഞ്ഞ 3 കൊല്ലത്തെ റിട്ടേൺ ഫയൽ ചെയ്ത ഡീറ്റെയിൽസ് കാണട്ടെ എന്ന് പറയും. അപ്പോൾ വരുമാനമില്ലാത്തത് കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്നതാണ്. ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡേറ്ററി ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ പാൻ കാർഡ് എടുക്കണം, അല്ലെങ്കിൽ പാൻ കാർഡ് കോട്ട് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അതായത് ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 4 വീലറോ 3 വീലറോ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതേസമയം ഇപ്പോൾ ഞാനൊരു ഓട്ടോ വാങ്ങാൻ പോവുകയാണ്, എൻ്റെ ഉപജീവനത്തിനായി ഞാനൊരു ഓട്ടോ വാങ്ങാൻ പോകുന്നു.
ഓട്ടോ വാങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ ഡീലർക്ക്, എനിക്ക് ഓട്ടോ വിൽക്കുന്ന ആൾക്ക് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ പാൻ കാർഡ് കോട്ട് ചെയ്യൽ നിർബന്ധമാണ്. എൻ്റെ പാൻ കാർഡ് ഞാൻ അവിടെ നൽകണം. അപ്പോൾ അതേപോലത്തെ ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വീലർ 4 വീലർ വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ പാൻ കാർഡ് കോട്ട് ചെയ്യണം. ഞാനൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് ഞാൻ പാൻ കാർഡ് കോട്ട് ചെയ്യണം. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ഞാൻ പാൻ കാർഡ് കോട്ട് ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട്, ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും ഷെയർ ട്രേഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഞാൻ പാൻ കാർഡ് നൽകണം. ഞാൻ ക്യാഷായിട്ട് ഒരു ഹോട്ടലിൽ 50,000 രൂപയോ അതിൽ കൂടുതലോ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ 50,000 രൂപ കൂടുതൽ ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും അതേപോലെ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ പാൻ കാർഡ് കോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ക്യാഷായിട്ട് ഞാൻ 50,000 രൂപയോ അതിൽ കൂടുതലോ ഫോറിൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലോ അവിടെയും പാൻ കാർഡ് കോട്ട് ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യണം എന്നല്ല പറയുന്നത്, എൻ്റെ പാൻ കാർഡ് ഞാൻ ആ ഏജൻസിക്ക് നൽകണമെന്നാണ് പറയുന്നത്. ഞാൻ മ്യൂച്വൽ ഫണ്ട് ഒരു വർഷത്തിൽ 50,000 രൂപയിൽ കൂടുതൽ, ഇപ്പോൾ SIP ഒക്കെ എല്ലാവരും ചെയ്യേണ്ട 500 1000 ഒക്കെ വെച്ച് എല്ലാ മാസവും അടച്ചുകൊണ്ട് SIP നല്ലൊരു ശീലമാണ്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 50,000 രൂപയിൽ കൂടുതൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ വാങ്ങുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഏജൻസിക്ക് നമ്മുടെ പാൻ കാർഡ് ഫർണിഷ് ചെയ്യണം. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൽ, ഒറ്റ ദിവസത്തിൽ 50,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മുടെ പാൻ കാർഡ് ചോദിക്കും, അവിടെയും പാൻ കാർഡ് നൽകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഉള്ളൊരു ട്രാൻസാക്ഷനാണ് 50,000 രൂപയിൽ കൂടുതൽ ഒരു ദിവസം ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ സ്കൂളിൻ്റെ റിസൾട്ട്സൊക്കെ വന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് DD കൊടുത്താലായിരിക്കും ചിലപ്പോൾ അവിടെ DD ആയിരിക്കും സ്വീകരിക്കുക. ഇന്ന സ്കൂളിൻ്റെ കോളേജിൻ്റെ പേരിലേക്ക് DD കൊടുത്താലായിരിക്കും സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ DD നമ്മൾ 50,000 രൂപയിൽ കൂടുതൽ ക്യാഷ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ DD എടുക്കുന്നതെങ്കിൽ ആ സമയത്തും അവർ നമ്മുടെ പാൻ കാർഡ് ചോദിക്കും. ആ പാൻ കാർഡ് ഡീറ്റെയിൽ നമുക്ക് അവിടെ നൽകേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ 50,000 രൂപയിൽ കൂടുതൽ FD ഇടുന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് FD ഇടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പയ്യെ ഇട്ട് വരുന്ന FD 5 ലക്ഷം രൂപയാകുന്ന സമയത്ത് 5 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നമ്മുടെ FD എമൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഒരു സീനിയർ സിറ്റിസൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ചെറിയ ചെറിയ സേവിങ്സ് വെച്ചിട്ട്, ഇപ്പോൾ പെൻഷൻ കിട്ടുന്നതും മക്കൾ അയക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 50,000 രൂപ ഒറ്റയടിക്ക് ഒരു FD ഇടുകയോ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കിട്ടിയ സേവിങ്സ് മൊത്തം 5 ലക്ഷം രൂപയോ കൂടുതലുണ്ട് നമ്മൾ FD ഇടുകയാണെങ്കിലൊക്കെ നമ്മളവിടെ പാൻ കാർഡ് നൽകണം. റിട്ടേൺ നൽകേണ്ടത് മുകളിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ കാറ്റഗറിയിൽ പെടുമ്പോഴാണ്. 50,000 രൂപയിൽ കൂടുതൽ പ്രീമിയമുള്ള LIC എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുകയാണെങ്കിലൊക്കെ നമ്മൾ പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ള ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വസ്തു 2 ലക്ഷമോ അതിൽ കൂടുതലോ എമൗണ്ട് നൽകിക്കൊണ്ട് വാങ്ങുകയാണെങ്കിൽ അവിടെയും നമ്മൾ പാൻ കാർഡ് കോട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഹോം ലോൺ എടുത്തിട്ട് വീട് പണി നടക്കുന്നുണ്ട്. ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ സിമൻറ്റ് വാങ്ങുകയാണ്. സിമൻറ്റിന് 2 ലക്ഷം രൂപയിൽ കൂടുതലായി കഴിഞ്ഞാൽ എൻ്റെ സിമൻറ്റിൻ്റെ ഏജൻസിക്കാർക്ക് ഞാൻ എൻ്റെ 2 ലക്ഷം രൂപയിൽ എൻ്റെ പാൻ കാർഡ് കോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 10-15 ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച് ഒന്നും കൂടി കാണാം. ആ റിവൈൻഡ് ആ 10-15 ഐറ്റം നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ പാൻ കാർഡ് കോട്ട് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ പാൻ കാർഡ്, അപ്പോൾ നമുക്ക് ഒരു വൈരുദ്ധ്യം ഇന്നിപ്പോൾ നമ്മൾ കേട്ടതിൽ തോന്നാം. പാൻ കാർഡ് നിർബന്ധമായിട്ടുള്ള വ്യക്തികളിൽ ഇതൊന്നും വരുന്നില്ല, നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണതിൽ ഇതൊന്നും വരുന്നില്ല. പക്ഷേ ഈ ട്രാൻസാക്ഷനുകളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പാൻ കാർഡ് കോട്ട് ചെയ്യണമെന്നും പറയണം. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പാൻ കാർഡ് എടുക്കേണ്ട ലിമിറ്റ് ശരിക്കും വേറെയാണോ? അല്ല. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ട്രാൻസാക്ഷൻസ്, മേൽ പറഞ്ഞ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുമ്പോൾ പാൻ കാർഡ് വേണം. ചോദ്യം, പാൻ കാർഡ് ഇല്ലാതെ ആ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമില്ല എങ്കിൽ എനിക്ക് പാൻ കാർഡ് എടുക്കൽ നിർബന്ധമില്ല. ഞാനൊരു ഒരു വയസ്സായ ഒരാളാണ്, 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. എൻ്റെ മക്കളൊക്കെ ദുബായിലും ഇവിടെ അമേരിക്കയിലൊക്കെയാണ്. അവരെനിക്ക് എല്ലാ മാസം എമൗണ്ട് അയച്ച് തരുന്നുണ്ട്. ഞാൻ FD ഇടുന്നുണ്ട്. FD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50,000 രൂപ കൂടുതൽ ഒറ്റ FDയോ പല ടൈമില്ല 5 ലക്ഷം രൂപ കൂടുതൽ FDയോ ഇട്ട് കഴിഞ്ഞാൽ പാൻ കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 3 ലക്ഷം രൂപയെ താഴെ എനിക്ക് വരുമാനമുള്ളൂ. മറ്റേതെൻ്റെ വരുമാനമല്ലല്ലോ, എൻ്റെ മക്കൾ അയച്ചു തരുന്ന എമൗണ്ട് ആണല്ലോ. എനിക്ക് മക്കൾ 10 ലക്ഷം രൂപ അയച്ചെന്നല്ല എൻ്റെ വരുമാനമല്ല. വരുമാനം എന്താണെന്ന് വേറെ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ വരുമാനമില്ല, പക്ഷേ ഞാൻ FD ഇടുന്നുണ്ട്, പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാർ തന്നെ ഫോം 60 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോം ഇറക്കിയിട്ടുണ്ട്. ഈ ഫോം 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേറ്ററി ഫോമാണ്. ആ ഫോമിൽ പറയുന്നത്, ഇവിടെ ഞാൻ പാൻ കാർഡ് കോട്ട് ചെയ്യൽ നിർബന്ധമായിരുന്നു, പക്ഷേ ഞാൻ കോട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്കൊരു പാൻ കാർഡ് ഇല്ല. കാരണം എനിക്ക്
പാൻ കാർഡ് എടുക്കേണ്ട വരും, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പാൻ കാർഡ് എടുക്കേണ്ട കൂട്ടത്തിലല്ല ഞാനെന്ന് പറയാം. പക്ഷേ ഫോം 60 അല്ലാതെയും ഒരു സമയത്തും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വരുമാനം ഉണ്ടായിട്ട് ഞാൻ പാൻ കാർഡ് അപ്ലൈ ചെയ്തു, പാൻ കാർഡ് കിട്ടിയിട്ടില്ല. അങ്ങനൊരു അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റാണ്, ഞാൻ DD എടുക്കാൻ പോകുമ്പോൾ എൻ്റെ പാൻ കാർഡ് ചോദിക്കുകയാണെങ്കിൽ പാൻ കാർഡ് ഇല്ലല്ലോ, പക്ഷേ DD എടുക്കണം, അപ്പോൾ എനിക്ക് ഫോം 60 നൽകാം. പക്ഷേ ഫോം 60 നൽകുന്നതിനോട് കൂടെ ഞാൻ എന്തെങ്കിലും ഒരു ID പ്രൂഫും കൂടി കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ 2 അവസരങ്ങളാണ് വരിക. ഫോം 60 കൊടുക്കുന്നു, എനിക്ക് പാൻ കാർഡ് എടുക്കേണ്ട നിർബന്ധമില്ല, പക്ഷേ കോട്ട് ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് ഫോം 60 കൊടുത്തുകൊണ്ട് പാൻ കാർഡ് ഇല്ല എന്ന് അറിയിക്കുന്നു. ആ അവസരത്തിൽ ഞാൻ എൻ്റെ ഫോം 60 മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ ID കാർഡ് ചോദിച്ചാൽ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം, പക്ഷെ നിർബന്ധമില്ല. പക്ഷേ അതേസമയം ഞാൻ പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറിയിൽ വരുന്നൊരു വ്യക്തിയാണ്, അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പാൻ കാർഡ് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഫോം 60 ഫയൽ ചെയ്യാം, കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആധാർ കാർഡോ എൻ്റെ പാസ്പോർട്ടോ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രൂഫ് കൂടി കൊടുക്കേണ്ടി വരും. ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു ചോദ്യമാണ്, പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോയി. ഏതോ ഒരു സമയത്ത് ഞാൻ പാൻ കാർഡ് എടുത്തു, പാൻ കാർഡ് നഷ്ടപ്പെട്ടു, കോപ്പിയില്ല, നമ്പറില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ കയറുകയാണെങ്കിൽ നോ യുവർ പാൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും ഫാദറിൻ്റെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡ് എടുത്തപ്പോൾ എങ്ങനെയാണോ കൊടുത്തിരുന്നത് അതേപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുകയും നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ഫീസ് അടച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പാൻ കാർഡ് എന്താണ്, ആരൊക്കെ പാൻ കാർഡ് എടുക്കണം, ആരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം, ആധാറും പാനും നമ്മൾ ലിങ്ക് ചെയ്യേണ്ട ആവശ്യകത, ലിങ്ക് ചെയ്യാതെ ഇന്നോപ്പറേറ്റീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പറേറ്റീവ് ആക്കാം, പിന്നെ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് പ്രോസസ്സ് ചെയ്യാമോ, പാൻ കാർഡ് കോട്ട് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്, കോട്ട് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസിലും നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷനിൽ ഏർപ്പെടാം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. താങ്ക്